എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സബ്ജക്റ്റ് വൈസ് ടെസ്റ്റാണ്. എക്കണോമിക്സിൻ്റെ 30 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടായിരുന്നത്? 12th 5-year പ്ലാൻ എന്തൊക്കെയാണത്? ഒന്ന്, ഫാസ്റ്റർ ഗ്രോത്ത് അല്ലേ. 2, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. 3, ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് മൂന്നുമാണ് എന്തിൻ്റെ ലക്ഷ്യം? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഫാസ്റ്റർ ഗ്രോത്ത്, ത്വരിതഗതിയിലുള്ള വളർച്ച; സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം; അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി 2, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? 5-year പ്ലാനാണ് ചോദിക്കുന്നത്. 5-year പ്ലാൻ ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട പദ്ധതി ഏതായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുന്നുള്ള ആദ്യത്തേതാണ്. കാരണം ആദ്യത്തേതാണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട 5-year പ്ലാൻ. മൂന്നാമത്തേത്, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്? ഏത് 5-year പ്ലാനുമായി ബന്ധപ്പെട്ടാണ് ഗരീബി ഹട്ടാവോ എന്ന സ്ലോഗൻ എന്ന് പറയുന്നത്? 5th 5-year പ്ലാനാണ് പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5-year പ്ലാൻ. അപ്പോൾ 5th 5-year പ്ലാനിൻ്റെ സ്ലോഗനായിട്ടാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം. 5th 5-year പ്ലാനിൻ്റെ സ്ലോഗനല്ല, 5th 5-year പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ, ഇന്ദിരാഗാന്ധി. 4, നിതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? നിതി ആയോഗ് 2015 ജനുവരി 1 അല്ലേ? 2015 ജനുവരി 1 നിതി ആയോഗ് നിലവിൽ വന്നത്. നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ നിതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ് നിതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ. RBI എന്നത് ഏത് തരം സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? RBI എന്ന് പറയുന്നത് ഒരു ആക്ട് വഴി നിയമിതമായ സ്ഥാപനമാണ് അല്ലേ, അല്ലെങ്കിൽ ആക്ട് വഴി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്ഥാപനമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണത്? കോൺസ്റ്റിറ്റ്യൂഷണലാണോ? അല്ല, സ്റ്റാറ്റ്യൂട്ടറി ആണ്. RBI ആക്ട് 1934 ആണ് ഏത്? ഈ പറയുന്ന RBI ആക്ട് 1934 ആണ് ഈ RBIയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണം. അപ്പോൾ എന്താണത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു നിയമം വഴി സ്ഥാപിതമാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് എ ലോ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ അല്ലേ? 7ാമത്തെ കഴിഞ്ഞിരിക്കുകയാണ്. 8ാമത്തെ ചോദ്യം, ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ഏത് സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ് ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. 9ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നീതി ആയോഗിൻ്റെ CEO ഇപ്പോൾ മാറി, BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആയിട്ടുള്ളത്, BVR സുബ്രഹ്മണ്യം. 10, ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1991. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നിട്ട് IMF ബെയിലൗട്ട് ചെയ്തത് 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കരണം, അല്ലെങ്കിൽ നയം, ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ പോളിസി നരസിംഹറാവു ആണ് അവതരിപ്പിച്ചത്. പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണല്ലേ. മൻമോഹൻ സിംഗ് ആണ് പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ച ധനമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ദി പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർ മൂല്യം കുറയാൻ കാരണമായ റിപ്പോർട്ട് ഏതാണ്? അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർ മൂല്യം കുറയാൻ കാരണമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൊക്കെ മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അദാനി ഗ്രൂപ്പിനെ എങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് ഇറക്കിയത്.
സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എത്രാമത്തെയാണ്? 9th 5-year പ്ലാൻ. 9th 5-year പ്ലാനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പദ്ധതി. നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? നബാർഡ് നമുക്കറിയാം, ഈ റീജിയണൽ റൂറൽ ബാങ്കുകൾ നിയന്ത്രിക്കുന്നത് നബാർഡാണ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബോഡി നബാർഡ്. അപ്പോൾ നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി എന്ന് പറയുന്നത് ശിവരാജൻ കമ്മിറ്റിയാണ്. ശിവരാജൻ കമ്മിറ്റി. പണപ്പെരുപ്പം കൂടുന്ന സാഹചര്യത്തിൽ റിപ്പോ നിരക്കുകൾക്ക് എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഒരു സെൻട്രൽ ബാങ്ക്, ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ RBI ആണ് സെൻട്രൽ ബാങ്ക്, റിപ്പോ നിരക്കുകളെ എന്ത് ചെയ്യും? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോ റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന നിരക്കാണ്, പണം കൊടുക്കുന്ന നിരക്കാണെന്ത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന നിരക്കാണെന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ മണി സപ്ലൈ കുറക്കാൻ വേണ്ടി ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടും. അപ്പോൾ റിപ്പോ റേറ്റ് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. റിപ്പോ റേറ്റ് കൂട്ടുന്ന സമയത്ത് അധികം വായ്പ RBIയിൽ നിന്ന് ആരെടുക്കില്ല? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എടുക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ഈ പറയുന്ന ലോക്കലി സെൻറ്റേർഡ് ആയിട്ടുള്ള ഇപ്പോൾ ജനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ബാങ്കുകൾ അപ്പോൾ എന്ത് ചെയ്യില്ല? ജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നതും ഈ പറയുന്നത് കൂട്ടില്ല, കുറക്കുകയാണ് ചെയ്യുക. കാരണം എന്താണ്? കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഫണ്ട്, ആ ലോണിൻ്റെ കൂടുതൽ ചിലവാണ് ആ ലോണിന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മണി സപ്ലൈ കുറയും എന്നാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടുന്ന സമയത്ത് പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് റിപ്പോ റേറ്റുകൾക്ക് എന്താ ചെയ്യുക? റിപ്പോ റേറ്റ് കൂട്ടും എന്നതാണ്. കാരണം എന്താണ്? അപ്പോഴാണ് മണി സപ്ലൈ കുറക്കാൻ അത് സഹായിക്കുന്നത്. 18 SDFൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കഴിഞ്ഞ വർഷം RBI നടപ്പിലാക്കിയ ഒരു കാര്യമാണ് SDF എന്ന് പറയുന്നത്, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, അതാണ് SDF. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നൊരു പരിപാടിയുടെ ഏകദേശം ആൾട്ടർനേറ്റീവായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പരിപാടിയാണ് ഈ സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന മാർക്കറ്റിലെ ലിക്വിഡിറ്റി ആയി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ മണി സപ്ലൈ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു RBIൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് SDF എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്ലാക്ക് തേഴ്സ്ഡേ, കറുത്ത വ്യാഴം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ് ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് ശരിക്കും എന്താണ്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI ബാക്കി കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന കടത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റിവേഴ്സാണ്. RBIക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് എന്ത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ്. GST കൗൺസിൽ ചെയർമാൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. GST കൗൺസിൽ ചെയർമാൻ 21ാമത്തെ ചോദ്യം ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് GST കൗൺസിലിൻ്റെ ചെയർമാൻ. GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 279A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇപ്പോൾ നിർമ്മല സീതാരാമനാണ്. ഇന്ത്യ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 7th 5-year പ്ലാനാണ് ഇന്ത്യ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ച പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9th 5-year പ്ലാനാണ്. 9th 5-year പ്ലാനാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ബാങ്കിങ് റെഗുലേഷൻ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1949 BR ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ ഇതൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യമാണ്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനേ പറ്റൂ, ലോണുകൾ കൊടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് എന്ത് തരം പരിപാടിയാണ്? ക്രെഡിറ്റ് കാർഡ് ഒരു ലോൺ കോമ്പണൻ്റ് ഉള്ള പരിപാടിയാണ് അല്ലേ? ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലെ നമ്മുടെ സേവിങ്സിൽ നിന്ന് പൈസ പോകുന്ന കാര്യമല്ല, മറിച്ച് അതൊരു ലോൺ പോലെയാണ് അല്ലേ? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ലോൺ പോലെയാണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. RBI നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? RBI ആക്ട് 1934 ആണ്. ഏതാണ് കമ്മിറ്റി? ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ്. ഹിൽട്ടൺ യങ് കമ്മിറ്റി. ഏത് രാജ്യത്തെ പ്രമുഖ ഓയിൽ കമ്പനിയാണ് ഇന്ത്യൻ ബാങ്കുകളിൽ വോസ്ട്രോ അക്കൗണ്ടുകൾ തുടങ്ങിയത്? അപ്പോൾ ഈ റഷ്യക്ക് ഇപ്പോൾ വെസ്റ്റേൺ സാങ്ഷൻ
ഇപ്പോൾ ഡോളറിൽ ട്രേഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ വെസ്റ്റേൺ അലീസും നാറ്റോവും അതുപോലെ തന്നെ US ഒക്കെ ഇതിനെ എതിർക്കുന്നതുകൊണ്ടും സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ സംവിധാനവും റഷ്യനെ ബാൻ ചെയ്തതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇന്ത്യയായിട്ട് ട്രേഡ് ട്രാൻസാക്ഷൻസിൽ ഇടപെടണമെങ്കിൽ റൂബിൾ ട്രേഡ് എന്ന് പറഞ്ഞ് ലോക്കൽ കറൻസികളിൽ ട്രാൻസാക്ട് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വാണിജ്യ പരിപാടികൾ നടക്കാൻ വേണ്ടിയിട്ടും ട്രാൻസാക്ഷൻസ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടക്കാൻ വേണ്ടിയിട്ടുമാണ് വോസ്ട്രോ അക്കൗണ്ടുകൾ എവിടെ തുടങ്ങിയിരിക്കുന്നത്, ഇന്ത്യൻ ബാങ്കുകളിൽ അത് തുടങ്ങിയിരിക്കുന്നുണ്ട്. റഷ്യൻ ബാങ്കുകൾ അതുപോലെ തന്നെ റഷ്യൻ ഈ പറയുന്ന ഗ്യാസ് ഓയിൽ കമ്പനികളും ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ന്യൂ സ്റ്റാർട്ട് സന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർഹെഡ്സ് കുറക്കാൻ വേണ്ടിയിട്ട്, ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ നമ്പർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിൽ US-ഉം റഷ്യയും തമ്മിലായിരുന്നു. ഇതിനിടെ റഷ്യ അത് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു ആ ട്രീറ്റ്. US റഷ്യയാണ് ന്യൂ സ്റ്റാർട്ട് ട്രീറ്റ്. 29 ദസ്തലിക് എന്ന മിലിറ്ററി എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ദസ്തലിക് എന്ന സംയുക്ത സേന എക്സസൈസ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ. 30 ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ എന്ന പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് NBFCക്കും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനും ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓംബുഡ്സ്മാൻ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓംബുഡ്സ്മാൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 2021 ഒന്നാക്കി, എല്ലാം ഒരുമിച്ചാക്കി. അതാണ് 2021 ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ സ്കീം. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാണ് 30 ചോദ്യങ്ങൾ. ടഫായിട്ടുള്ള ഒരു ചോദ്യമില്ല. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 22 മാർക്കാണ്. വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന മാർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.